കോൺഗ്രസിലെ തന്നെ മുതിർന്ന ഒരു നേതാവാണ് കെ.സി. വേണുഗോപാലിനെ ഇവിടെ മത്സരിക്കും മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കോൺഗ്രസ് തന്നെ ഒരു ജീവശ്വാസം നിലനിർത്താൻ വേണ്ടി നെട്ടോട്ടം പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവിനെ ഇവിടെ ഇറക്കി മണ്ഡലം പിടിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അത് നേടാൻ കഴിയുന്നുവെങ്കിൽ അത് എത്രമാത്രം ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ ബാധിക്കും? കോൺഗ്രസിന്റെ വലിയ നേതാവ് എന്നൊന്നും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. ശ്രീമാൻ രാഹുൽ ഗാന്ധി കുറെ കൂടി നല്ലവനായി മാറുമായിരുന്നു. അതായത് അച്ഛന്റെ പാതയിലൂടെ, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പാതയിലൂടെയൊക്കെ ഈ ചെറുപ്പക്കാരനെ വഴി നടത്തിക്കാൻ പറ്റുമായിരുന്നു. ഈ വേണുഗോപാൽ അവിടെ അഖിലേന്ത്യാ തലത്തിൽ ലീഡറായി ചെന്ന് രാഹുൽ ഗാന്ധിയെ മര്യാദയ്ക്ക് വഴി നടത്താതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ അധപ്പതനം ഉണ്ടായിട്ടുള്ളത്. എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള നമ്പർ 1 നേതാക്കന്മാരെ മൂലക്കിലിരുത്തി മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കളെ വരെ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാവമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. പരാജയപ്പെട്ട ഒരു അഖിലേന്ത്യാ ലീഡറായിട്ടാണ് ഞാൻ കെ.സി. വേണുഗോപാലിനെ കാണുന്നത്. മാത്രവുമല്ല, ഇവിടെ അവര് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് പറയുമ്പോൾ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് 10 വർഷം സമയം കൊടുത്തല്ലേ ജനങ്ങൾ? 10 വർഷം ജനങ്ങൾ സമയം കൊടുത്ത് എന്താണ് അദ്ദേഹം ആലപ്പുഴയിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനായിട്ട് ഒന്നുമില്ല. ആകെ പറയുകയാണ്, ഞാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു. ഏത് സമയത്താണ് കൊണ്ടുവന്നത്? നദ്ദാജി, ഞങ്ങളുടെ ലീഡർ, ക്യാബിനറ്റ് മിനിസ്റ്ററായി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് മിസ്റ്റർ നദ്ദയാണ് ഈ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത്. അപ്പൊ അത് ബി.ജെ.പിക്ക് അവകാശപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ശ്രീമാൻ നദ്ദ അദ്ദേഹം അധികാരപരിധിയിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ അതിന്റെ അവകാശിയും ഭാരതീയ ജനതാ പാർട്ടിയാണ്. ശ്രീമാൻ വേണുഗോപാൽ പറയുകയാണ്, ഞാൻ ഇവിടെ റോഡിന്റെ വികസന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. 10 കൊല്ലം കൊണ്ട് നടത്താൻ പറ്റിയില്ല. 10 കൊല്ലം കൊണ്ട് അതിന്റെ ഒരു കല്ലെങ്കിലും ഇട്ടിരുന്നുവെങ്കിൽ 1% അദ്ദേഹത്തിന് ഇതാ വേണുഗോപാലിന്റെ അല്ലെങ്കിൽ UPA പദ്ധതി എന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഇത് പ്യുവർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടുത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നിതിൻ ഗഡ്കരി 0 പൈസയാണ് എനിക്ക് പിണറായി വിജയൻ തന്നത് എന്ന് പിണറായി വിജയനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് പ്രതികരിച്ച ആളാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി. അദ്ദേഹം പറയുന്നു 20 കോറിഡോറുകൾ നമുക്ക് വേണം. തൂത്തുക്കുടി മുതൽ അങ്ങ് കർണാടകയിലെ മംഗലാപുരം വരെ വലിയ റോഡുകൾ ഉണ്ടാകണം. ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ അപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഭൂകമ്പ ബാധിത പ്രദേശം പോലുമുള്ള വയനാടിന്റെ മലമടക്കുകളിലൂടെ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ മലമടക്കുകളിലൂടെ ഞങ്ങള് റെയിൽവേ ലൈൻ, അത് അതിവേഗ തീവണ്ടി പാത ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെയല്ല, റോഡുകൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾ മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോകുന്നു. നമ്മുടെ കുട്ടികൾ, അതായത് നമ്മുടെ സംസ്ഥാനം സിംഗപ്പൂരിനേക്കാൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എന്നുള്ളത് മോദിജിയുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, അത് പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ 19 പേർ ജയിച്ചു പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറയാനല്ലല്ലോ അവർ നേതൃത്വം കൊടുത്തത്. മറിച്ച് അവരവിടെ എങ്ങനെയാണ് മോദി ഗവൺമെന്റിനെതിരായിട്ട് മറ്റു കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുക, അവരെ എങ്ങനെ ഒരു കൂട്ടാൻ സാധിക്കും, അതിന് അഖിലേഷ് യാദവിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, മായാവതിയെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ഇതായിരുന്നു കെ.സിയുടെ നേതൃത്വത്തിൽ. ഞാൻ ഇന്നലെയും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതായത് പണ്ടെങ്ങാണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. വരുന്ന വഴിയിൽ ഒരു ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിൽ പറയുകയാണ്, എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക, എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുഴപ്പം? ഷാനവാസ് ഹുസൈൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ലീഡർ മുസൽമാനാണ്. നാജമ ഹെപ്തുള്ള മുസ്ലിം വനിതയാണ്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയ സമയത്ത് എല്ലാവരും പറഞ്ഞു RSS കാരനായിട്ടുള്ള വാജ്പേയി രാജ്യം ഭരിക്കാൻ പോവുകയാണ്, മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ച ഉണ്ടാവില്ല. ഞങ്ങൾ രാഷ്ട്രപതിയായിട്ട് ഈ രാജ്യസ്നേഹിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയ പാർട്ടിയാണ്. ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ മുക്തർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയിൽ ഇരുന്ന ആളുകളുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്ന ഹാജിയാക്കന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും അവരുടെ കയ്യിൽ നിന്ന് അനധികൃതമായി 10 നയാ പൈസ ചെലവാകാൻ പാടില്ലെന്നും അവരുടെ കോട്ടയും എണ്ണവും വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞ നരേന്ദ്രമോദിയുള്ള നാട്ടില് ഞങ്ങൾ എങ്ങനെയാണ് മുസ്ലിമിനെതിരാണ് എന്ന് പറയുന്നത്? 2 കാരണങ്ങളാണ് പറയുന്നത്. കാശ്മീരിലെ 370 വകുപ്പ് അത് എടുത്തു കളയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്താ 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോ സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ സുഖകരമായിട്ട് ഭീകരവാദികളുടെ ശല്യമില്ലാതെ പട്ടാളക്കാരെ കല്ലെറിയാത്തവരെ സൃഷ്ടിക്കാൻ സാധിച്ചു. അവിടെ വികസനമുണ്ടായി. വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അവിടെ സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. അവിടെ ടൂറിസത്തിന്റെ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. കാശ്മീര് നമ്മുടെ നാടിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇത് ഇന്നും ഇന്നലെയും BJP ഉണ്ടാക്കിയ അജണ്ടയല്ല. ഇത് ഞങ്ങളുടെ എത്രയോ കാലമായിട്ട് നമ്മുടെ സ്വപ്നമാണ്. ഒരു രാജ്യം, ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ ജനത, ഒരു പ്രധാനമന്ത്രി. ആ ആവശ്യത്തിനു വേണ്ടി ഒരുപാട് വീറുട്ട പോരാട്ടങ്ങൾ നടത്തിയതിന് ശേഷമാണ് ആ 370 വകുപ്പ് നമ്മൾ എടുത്തു കളഞ്ഞപ്പോ അവിടെ എന്ത് സംഭവിച്ചു? എത്രയോ കോളേജുകൾ അവിടെ ഉണ്ടായി, IIT ഉണ്ടാകുന്നു, IIM ഉണ്ടാകുന്നു. നമ്മുടെ മക്കൾ എല്ലാവരും പഠിക്കുന്നു. എന്ത് ക്രിസ്ത്യൻ, എന്ത് മുസ്ലിം, എന്ത് ഹിന്ദു. മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാത മാത്രമാണ്.
അത് ഇസ്ലാം മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അവർ അവരുടെ എന്താ പറയാ, അവരുടെ കയ്യിലുള്ള ആ മന്ത്രം മുഴക്കുന്ന മണികൾ അത് അവരുടെ കയ്യിലിരുന്ന് ഉരുക്കഴിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ കാണുന്നു. ഞങ്ങളുടെ കയ്യിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഉരുക്കഴിക്കുന്നതെങ്കിൽ ഞങ്ങളും ജപിക്കുന്ന മന്ത്രം സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവാദ് എന്നുള്ള മംഗളശ്ലോകമാണ്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ എന്നുള്ള മംഗളശ്ലോകം ജപിക്കുമ്പോൾ അതില് മുസൽമാന് സുഖമുണ്ടാകണ്ട, ക്രിസ്ത്യാനിക്ക് സുഖമുണ്ടാകണ്ട എന്ന അർത്ഥമില്ല. എല്ലാ മനുഷ്യരും ഈ രാജ്യത്തിന്റെ താല്പര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ആപ്തവാക്യം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ലീഡർ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്.